കൊടുക്കുന്നത് എന്താണെന്നറിയോ? ഓ ഉമ്മ, സ്വർഗം അത് ഒന്നല്ല, ഒരുപാട് സ്വർഗമുണ്ട്. സ്വർഗത്തിന് ഒരുപാട് ദറജകളുണ്ട്. ഏറ്റവും ഉന്നതമായ ദറജ ജന്നാത്തുൽ ഫിർദൗസാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട മോൻ ഹാരിസ് ജന്നാത്തുൽ ഫിർദൗസിന്റെ അഖിലുകാരാണ് ഉമ്മ. അല്ലാഹു മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് നമുക്ക് അല്ലാഹു ഈമാനിട്ട് തരട്ടെ, ഇഖ്ലാസ് നൽകണേ അല്ലാഹ്, തഖ്വ നൽകണേ അല്ലാഹ്. അവസാനം ഞങ്ങൾ മരിക്കുമ്പോ ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ചൊല്ലിച്ചു മരിക്കാനുള്ള തൗഫീഖ് മഹാന്മാരായ ബദരീങ്ങളെ ബറക്കത്ത് കൊണ്ട് സാധുക്കളായ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ആരാ ബദരീങ്ങൾ? പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ബദറിൽ പങ്കെടുക്കാനുള്ള ആളുകളെ വരി നിർത്തുകയാണ്. ഒരുപാട് ആളുകളുണ്ട്, അതിൽ ചെറിയ കുട്ടികളടക്കമുണ്ട്. എല്ലാവരെയും വരി നിർത്തിയിട്ട് അണിയൊപ്പിച്ച് നിർത്തുമ്പോ കൂട്ടത്തിൽ ഒരു സ്വഹാബി അവിടുന്നതാ രണ്ട് കാൽപാദം പൊക്കി പിടിച്ച് തള്ളവിരലിന്റെ മേലെ ഇങ്ങനെ കുത്തിപ്പിടിച്ച് നിൽക്കുകയാണ്. ആരാണ് നിൽക്കുന്നത്? ഉമൈർ ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. അവിടുന്ന് 16 വയസ്സുള്ള ചെറിയ പയ്യനാണ് റളിയല്ലാഹു അൻഹു. അല്ലാഹു കൊടുത്ത ദറജയേറ്റി കൊടുക്കട്ടെ. ആ മഹാനായ സ്വഹാബി വര്യന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ദോഷങ്ങളെല്ലാം പുറത്തു തരണേ അല്ലാഹ്. 16 വയസ്സുള്ള ആ ബാലനെ കണ്ടപ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, മോനെ, യുദ്ധത്തിന് വരാൻ സമയമായിട്ടില്ല, നിങ്ങൾ തിരിച്ചു പോവണമെന്ന് മുത്തുനബി പറയുമ്പോ അവിടുന്ന് പൊട്ടി പൊട്ടി കരയുകയാണ്. യാ റസൂലല്ലാഹ്, എനിക്ക് തിരിച്ചു പോവാൻ കഴിയില്ല, എനിക്ക് ഈ ബദറിൽ ഷഹീദാവണം നബിയേ, എന്നെ മടക്കി അയക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് കരഞ്ഞു. ആ നിർബന്ധ ബുദ്ധിക്ക് മുന്നിൽ, നിർബന്ധത്തിന് മുന്നിൽ മുത്തുനബി വഴങ്ങിക്കൊടുത്തു. ആ സ്വഹാബി വര്യൻ ധീരമായി ബദറിൽ പോരാടിയിട്ട് വീരമൃത്യു വരിക്കുകയാണ്. സമാനായ ഉമൈർ ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. അല്ലാഹു മഹാന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ജീവിതം നന്നാക്കി തരട്ടെ. പ്രിയപ്പെട്ടവരെ, ആ മഹാന്മാരാണ് സ്വഹാബത്തുൽ കിറാം, അസ്ഹാബുൽ ബദർ. അങ്ങനെ ഇസ്ലാമിന് വേണ്ടി പോരാടിയവരാണ് അവര്, ഇസ്ലാമിന് വേണ്ടി പോരാടിയവരാണ് അവര്. അതേ ടെന്റിൽ ഇരുന്ന മുത്തുനബി പറയാണ്, അല്ലാഹുവേ, യാ റബ്ബു യാ അല്ലാഹ്, നാളെങ്ങാനും ഈ കിടക്കുന്ന ഈ നിൽക്കുന്ന സമുദായം നിന്നെ വിശ്വസിച്ച് നിന്നിൽ ഇബാദത്ത് ചെയ്ത് നീ ഏകനാണ് എന്ന് അംഗീകരിച്ച് നിനക്ക് വേണ്ടി വഴിപ്പെട്ട് ജീവിക്കുന്ന ഈ സംഘം ഇവരെങ്ങാനും പരാജയപ്പെട്ടു പോയാൽ ഈ ഭൂമി മുഖത്ത് നിന്റെ ദീന് പറയാൻ ഇനി ഒരാളും ഉണ്ടാവില്ല അല്ലാഹ്. ആ ഒരു സന്ദർഭമാണ് ബദരീങ്ങള്, ആ ഒരു മഹാന്മാരാണ് ബദരീങ്ങള്. അത്തരത്തിലുള്ള സന്ദർഭത്തിലാണ് മൂന്നിരട്ടി വരുന്ന ശത്രുപക്ഷത്തോട് കയ്യിലതാ ഉള്ളത്, ആകെ ഉള്ളത് ചെറിയ വാളാണ്. ആ വാളെന്ന് പറഞ്ഞാൽ അറബികൾ സാധാരണയായി അഭിമാനത്തോടെ അവരുടെ ശിആറായി ഉപയോഗിക്കുന്ന വാളാണ്. പലരുടെ കയ്യിലും തുരുമ്പെടുത്ത വാളല്ലേ ഉള്ളത്. അതേ ഒട്ടകം എത്രയാണുള്ളത്? 70 ഒട്ടകമാണ്, 2 കുതിരയാണ്. എങ്ങനെയാണ് 313 അല്ലെങ്കിൽ 300 ചില്ലാനം വരുന്ന ആ സ്വഹാബത്ത് ഇത്രയും വലിയ പടക്കോപ്പുകളേന്തിയ മഹാന്മാരായ സ്വഹാബത്ത് ഇത്രയും വലിയ പടക്കോപ്പുകളേന്തിയ ശത്രുപക്ഷത്തോട് എതിരിടേണ്ടത് എങ്ങനെയാണ്? വിശ്വാസം എന്ന് പറയുന്ന അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസവും ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലുള്ള അങ്ങേയറ്റത്തെ മഹബ്ബത്തുമില്ലാതെ വേറെയൊന്നും അവർക്ക് ആയുധമില്ല. അടിയുറച്ച വിശ്വാസത്തോടെ ബദറിലേക്ക് അങ്ങവരുടെ ഇറങ്ങിയപ്പോ രാജാവായ റബ്ബ് ആദരിക്കുകയാണ്. ജിബ്രീൽ
ജിബ്രീൽ അലൈഹി